ജീവിതം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പരസ്പരം കാണുമോ എന്നറിയില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കണേ. അലാ വസ്തൗസൂ ബിന്നിസാഇ ഖൈറാ, നിങ്ങളുടെ ഭാര്യമാരോടും പെൺമക്കളോടും നിങ്ങൾ നല്ല നിലക്ക് പെരുമാറണമേ. നിങ്ങളുടെ ഭാര്യമാരോട് നല്ല നിലക്ക് നിങ്ങൾ പെരുമാറണേ എന്ന് 1,24,000 വരുന്ന ആളുകളോട്. നിങ്ങളുടെ ആശ്രിതരാണ്, അവർ നിങ്ങളെ ആശ്രയിച്ചു കഴിയുന്നവരാണ്. ليس تملكون منهن شيئا غير ذلك إلا أن يأتين بفاحشة مبينة. നിങ്ങൾ അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടവരാണ്, ഭക്ഷണം കൊടുക്കേണ്ടവരാ, വസ്ത്രം കൊടുക്കേണ്ടവരാണ്, പാർപ്പിടം കൊടുക്കേണ്ടവരാണ്. അത് നിങ്ങൾക്ക് തടഞ്ഞു വെക്കാനുള്ള അവകാശമുള്ളത് അവരിൽ നിന്നും വ്യക്തമായൊരു തിന്മ കാണുമ്പോഴാണ്. ഫഇൻ ഫഅല്ല, നിങ്ങൾ അനുസരിക്കാതെ ദുസ്വഭാവം അവർ കാണിച്ചാൽ ഫഹ്ജുറൂഹുന്ന ഫിൽ മളാജിഅ, നിങ്ങളുടെ കിടപ്പറകളിൽ നിന്ന് അവരെ നിങ്ങൾക്ക് മാറ്റിക്കിടത്താം. വീട് മാറിപ്പോണമെന്നല്ല, റൂമൊന്ന് മാറിക്കിടക്കാം. അങ്ങനെയാണ്. മുദ്രിബൂഹുന്ന ളർബൻ ഗൈറ മുബർരിഹിൻ, മുറിവ് വരുത്താത്ത രീതിയിൽ ചെറിയ തോതിൽ അവർക്ക് ചെറുതായെന്നൊരു ചെറിയ അടി കൊടുക്കുന്നതിനും കുഴപ്പമില്ല എന്ന് പറഞ്ഞ നിബിധങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയെന്നറിയോ? മിസ്വാക്കിന് ഉപയോഗിക്കുന്ന അറാക്കിന്റെ കഷ്ണം ഉണ്ടല്ലോ, അതുകൊണ്ട് ചൂരലിന് വടികൊണ്ട് അടിക്കണം എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. ആ ഹദീസ് മാത്രം ആഴ്ചകളോളം പറയാനുള്ള വിഷയമുണ്ടെന്നാണ്. കാരണം പെണ്ണുങ്ങളുടെ സൈക്കോളജിയിൽ ഏറ്റവും കൂടുതൽ ശരീരത്തിന് വേദന തോന്നിയാൽ നന്നാവുന്ന പെണ്ണുങ്ങളുണ്ട്, മാനസികമായൊരു അകൽച്ച കൊടുത്തു കഴിഞ്ഞാൽ നന്നാകുന്ന പെണ്ണുങ്ങളുണ്ട്. പെണ്ണുങ്ങളുടെ മാനസിക നിലവാരത്തെ സംബന്ധിച്ച് നിബിധങ്ങൾ പറഞ്ഞ ഒരു മുഅ്ജിസത്തുള്ള ഒരു ഹദീസാണിത്. എല്ലാവരോടും ബാധകവുമല്ലാതെ ചില പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഇച്ചിരി വേദനിച്ചാൽ കാര്യം പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനത്തെ പെണ്ണുങ്ങളുണ്ട്. ചിലർക്ക് അതൊന്ന് മുഖം ഒന്ന് കണ്ണുരുട്ടി നോക്കിയാൽ നന്നാവുന്ന പെണ്ണുങ്ങളുണ്ട്. അവർക്ക് അതേ വേണ്ടൂ, എല്ലാവരും അടിക്കണം എന്നല്ല. ഇരിക്കട്ടെ. വലിനിസായിക്കും അലാ ഇന്ന അലാ നിസായിക്കും ഹഖ്ഖാ വലിനിസായിക്കും അലൈക്കും ഹഖ്ഖാ, നിങ്ങളുടെ പെണ്ണുങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങളുണ്ട്, നിങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങളുമുണ്ട്. നിങ്ങൾക്ക് അവരോട് ബാധ്യതകളുണ്ട്, അവർക്ക് നിങ്ങളോടും ബാധ്യതകളുണ്ട്. ഏറ്റവും വലിയ സംഗമത്തിലാണ് തങ്ങൾ ഈ പറയുന്നത്. അവസാനത്തെ പ്രഭാഷണത്തിൽ ഫഅമ്മാ ഹഖ്ഖുകും അലാ നിസായിക്കും, നിങ്ങളുടെ പെണ്ണുങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരേണ്ട ബാധ്യതകളിൽ പെട്ടതാണ്. ഫലാ യൂതിഅന്ന ഫുറശകും മിമ്മൻ തക്റഹൂൻ, നിങ്ങളുടെ വിരിപ്പിൽ നിങ്ങളല്ലാത്തവരവർ കൊണ്ടുവന്ന് കിടത്താൻ പാടുള്ളതല്ല. വ്യഭിചരിക്കരുത് എന്ന് പറയാൻ തങ്ങൾ ഉപയോഗിച്ച വാക്കാണത്. വീട്ടിലേക്ക് കയറി വരുന്നവരോടൊക്കെ ചിരിച്ചു കളിച്ച് വർത്താനം പറഞ്ഞ് വാട്സപ്പിൽ ഫ്രണ്ട്സായി, ഫേസ്ബുക്കിൽ കൂട്ടുകാരനായി ഭർത്താവിനെ വഞ്ചിക്കുക. അപ്പൊ എന്താ, അത് പഠിക്കണ കാലത്ത് കോളേജ് കാലത്തുള്ള ബന്ധാണ്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങളെ കെട്ടിയെന്ന് വിചാരിച്ചിരിക്കും പിന്നെ പഴയ ഫ്രണ്ട്സിനെ ഒഴിവാക്കാൻ പറ്റൂല. ഇതൊക്കെ പറയുന്ന പെണ്ണുങ്ങൾ ഇന്നും ഉണ്ട് എന്നാണ് അത്ഭുതം. പെണ്ണെ, കല്യാണം കഴിഞ്ഞില്ലേ, അതിന്റെ മുമ്പത്തെ തന്നെ തെറ്റാ. കല്യാണം കഴിഞ്ഞിട്ടും തെറ്റ് ചെയ്യുന്നേ, അങ്ങനെ ചെയ്യല്ലേ. എനിക്ക് കാണാനും സംസാരിക്കാനും പാടുള്ളവരും പാടില്ലാത്തവരും ഒക്കെ അല്ലേ, ചെയ്യരുത് മോളെ. അങ്ങനെയാ പറയേണ്ടത്. പെണ്ണുകുട്ടികൾ അങ്ങനെ മനസ്സിലാക്കണം. നിങ്ങൾ വെറുക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ വീട്ടിൽ കടന്നു വരാനുള്ള അനുമതിയും നൽകാൻ പാടുള്ളതല്ല. വലാ യഅ്ദന്ന ഫീ ബുയൂതികും ലിമൻ തക്റഹൂൻ, ഭർത്താവിന്റെ വീട്ടിലാണ് അവൾ താമസിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ആരൊക്കെയാണ് കടന്നു വരാൻ ഇഷ്ടപ്പെടാത്തത് അവരെ വീട്ടിലേക്ക് വിളിച്ചിരുത്താനുള്ള അവകാശം പെണ്ണിനില്ല. അവളത് ചെയ്യാൻ പാടുള്ളതുമല്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരുപാട് ഫേവേഴ്സ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് മാറ്റിവെക്കാം. അവരുടെ ചെലവ് പോലും നിങ്ങൾക്ക് കൊടുക്കൽ നിർബന്ധമില്ല, അവർ നിങ്ങളെ പറഞ്ഞു കേൾക്കാതിരുന്നാൽ. അലാ വഹഖുഹുന്ന അലൈക്കും, നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകളുമുണ്ട്, പെണ്ണുങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങളുമുണ്ട് നിങ്ങളിൽ നിന്ന് പുരുഷന്മാരെ. അൻ തുഹ്സിനൂ ഇലൈഹിന്ന, അവരോട് നിങ്ങൾ നല്ല നിലയ്ക്ക് പെരുമാറാൻ പാടുള്ളൂ. ഇഹ്സാൻ ചെയ്യണം, നല്ല നിലയ്ക്ക് പെരുമാറണം. ഇന്ന്
ഉച്ചയ്ക്ക് ഞാൻ ഒരാളെ കണ്ടു, നമ്മുടെ സുഹൃത്ത് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞ കൂട്ടത്തെ അദ്ദേഹം പറഞ്ഞു, പെട്ടെന്ന് ഭയങ്കര ദേഷ്യം വരാണ് ഉസ്താദ്, അതിനൊന്ന് ദ്വാരക്കണം. ഞാൻ പറഞ്ഞു, അതിനെന്താ ദ്വാരക്കാനുള്ളത്, നിങ്ങൾക്കറിയില്ല, അത് പാടില്ല. അല്ല, ഞാൻ നാട്ടുകാരോടൊന്നല്ല, നമ്മുടെ ഭാര്യയോട്, അവരോടല്ലേ നല്ല നിലയ്ക്ക് ഏറ്റവും പെരുമാറാൻ വേണ്ടി ഞാനത് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇപ്പൊ ദ്വാരക്കാൻ പറയണത്. അപ്പൊ ഞാൻ പറഞ്ഞു ദ്വാരക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നാട്ടുകാരുടെ മുമ്പിലൊക്കെ നന്നായിട്ട് പെണ്ണുങ്ങളോട് ചീത്ത പെരുമാറ്റം, ചീത്ത രീതിയിലുള്ള അവരോടുള്ള പെരുമാറ്റങ്ങളും ഇടപെടലൊക്കെ ആണെങ്കിലേ ഈ ആള് മോശക്കാരന്, ആളുടെ വില വട്ടപൂജയാണ് അള്ളാന്റെ അടുത്ത്. സ്വന്തം ഭാര്യയോട് മക്കളോട് നല്ല നിലയ്ക്ക് പെരുമാറാത്ത ആളുടെ വില അള്ളാഹുവിന്റെ അടുത്ത് വട്ടപൂജ്യമാണ്. നാട്ടുകാരുടെ മുമ്പിൽ നന്നായിട്ടില്ലെങ്കിൽ ഒരു നടി കിട്ടൂലേ? പക്ഷെ സ്വന്തം ഭാര്യയെ പേടിക്കേണ്ട ആവശ്യമില്ല, മക്കളെ പേടിക്കേണ്ട അവരോട് നല്ല നിലയ്ക്ക് പെരുമാറുന്നുണ്ടോ? അതാണ് സൽസ്വഭാവം, അതാണ് സൽസ്വഭാവം. അവരാണ് നിങ്ങളിൽ ഖൈറായവർ. അന ഖൈറുക്കും ലി അഹ്ലി, എന്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്ന, ഒരു കുടുംബത്തോട് നന്നായി പെരുമാറുന്നവരിൽ ഏറ്റവും ഖൈർ ഞാനാ, എന്റെ കുടുംബത്തോട് ഞാൻ ഏറ്റവും നന്നായി പെരുമാറുന്നു എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.